പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഇന്ന് തന്നെ പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് അഖിലേഷ് പാർട്ടി അണികളെയും കാണും. ഭൂരിപക്ഷം എംഎൽഎമാരെ ഒപ്പം നിർത്തി മുഖ്യമന്ത്രി സ്ഥാനത്തിനും പാർട്ടി ചിഹ്നത്തിനും അവകാശവാദം ഉന്നയിക്കുകയാണ് അഖിലേഷിന്റെ തന്ത്രം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, അഖിലേഷ് യാദവ് എംഎൽഎമാരുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് ഈ കൂടിക്കാഴ്ച? സോമി, അഖിലേഷ് യാദവ് വിളിച്ചു ചേർത്ത എംഎൽഎമാരുടെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. എത്ര എംഎൽഎമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഉത്തർപ്രദേശിലെ ഭാവി രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. ഭൂരിപക്ഷം എംഎൽഎമാരും അഖിലേഷിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം എത്ര എംഎൽഎമാരുടെ പിന്തുണ അഖിലേഷിന് ലഭിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ചും ഈ യോഗത്തിൽ പങ്കെടുക്കരുത്, പാർട്ടി എംഎൽഎമാർ പങ്കെടുക്കരുതെന്ന് സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് അവഗണിച്ചുകൊണ്ട് എംഎൽഎമാർ അഖിലേഷ് യാദവിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ കൂടി പാർട്ടി നടപടിയുണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചനയാണ് ശിവ്പാൽ യാദവ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അഖിലേഷ് യാദവിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന എംഎൽഎമാർ മറ്റൊരു അതായത് എംഎൽഎമാർക്ക് കൂടി നടപടി നേരിടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പിളർപ്പിന്റെ ഒരു സമാന സാഹചര്യമായി നിലനിൽക്കുന്ന സമാജ്വാദി പാർട്ടിയിൽ പൂർണ്ണമായും രണ്ട് വിഭാഗങ്ങളായി പാർട്ടി പിരിയുകയും എസ് പി തന്നെ സമാജ്വാദി പാർട്ടി തന്നെ പിളർപ്പിൽ എത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സാഹചര്യവും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ന് നടക്കുന്നത് നിർണായക യോഗങ്ങളും കൂടിയാലോചനകളുമാണ്. രാവിലെ എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം 12 മണിയോടുകൂടി അഖിലേഷ് യാദവ് പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ അണികളെ അഭിസംബോധന ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴോ ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയുണ്ട്. രണ്ട് സാധ്യതകളാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക, രാജി പ്രഖ്യാപനം നടത്തുക എന്നുള്ളത്. മറ്റൊന്ന്, നിലവിൽ കൂടുതൽ ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിക്കുക എന്നുള്ള തന്ത്രം. ഈ രണ്ട് തന്ത്രം അഖിലേഷ് യാദവ് സ്വീകരിക്കും എന്നുള്ള സൂചന ലഭ്യമാണ്. അഖിലേഷ് യാദവിന്റെ അടുത്ത അനുയായിയും അതിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാം ഗോപാൽ യാദവിനാണെങ്കിൽ മുഖ്യമന്ത്രി ഈ പാർട്ടിയെ അഖിലേഷ് വിഭാഗത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ് രാം ഗോപാൽ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ നടക്കുന്നു. അതേസമയം തന്നെ ഇതിൽ ചില ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയായ അഖിലേഷ് യാദവ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമോ എന്ന വിഷയത്തിലും ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുലായം സിംഗ് യാദവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥിതിയിൽ നിലവിൽ ഉത്തർപ്രദേശ് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയും ലഭ്യമാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ നിലവിൽ ഭരണ പ്രതിസന്ധിയില്ലെന്നും കേവലമായ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണുള്ളത്, പാർട്ടിയിലെ സമാജ്വാദി പാർട്ടിയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അഖിലേഷിന്റെ നീക്കം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ലഭിക്കുന്നത്. അതേസമയം തന്നെ മുലായം സിംഗ് യാദവ്, ശിവ്പാൽ യാദവ് പക്ഷവും ഇന്ന് നിർണായക യോഗങ്ങൾ നടത്തുന്നുണ്ട്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന യോഗങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് ബോർഡ് യോഗവും മുലായം സിംഗ് യാദവ് വിളിച്ചിട്ടുണ്ട്. സോമി, എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക നടപടികൾ ഉണ്ടായേക്കും. പ്രതിഷേധം തണുപ്പിക്കാൻ പുതിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കുമെന്നാണ് സൂചന. നോട്ട് നിരോധനത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ ചോദിച്ച സമയം ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിൽ ഏറെ ആകാംക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി രാജ്യം കാത്തിരിക്കുന്നത്. ഡിസംബർ 30 പിന്നിട്ടിട്ടും ബാങ്ക് ഇടപാടുകൾക്കുള്ള നിയന്ത്രണം നീക്കുന്നതുൾപ്പെടെയുള്ള ഒരു പ്രഖ്യാപനവും വന്നില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുമോ അതോ ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് പണമെത്താത്തതിനാൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. കാർഷിക കടാശ്വാസം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ ഉണ്ടായേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക ഉത്തേജക നടപടികളും പ്രഖ്യാപിച്ചേക്കും. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകും. അതേസമയം തിരിച്ചെത്തിയ അസാധു നോട്ടുകളുടെ കണക്ക്, പിടിച്ചെടുത്ത കള്ളപ്പണം തുടങ്ങിയ കണക്കുകളും പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. നോട്ട് നിരോധനം മൂലം രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ വിശ്വാസയോഗ്യമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
നോട്ടുമാറ്റത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പൊതുബഡ്ജറ്റിൽ നികുതി ഇളവ് നൽകേണ്ടി വരുമെന്ന സൂചനകളുമായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 2017-18 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അടുത്ത മാസം അവതരിപ്പിക്കും. തകർന്നടിഞ്ഞ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതിനോടൊപ്പം കോർപ്പറേറ്റ് ടാക്സുകളിലും ഇളവുണ്ടാകും. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട സമയം ഇന്നലെ അവസാനിച്ചതിനാൽ ഇനി പൊതുബഡ്ജറ്റിലൂടെ ജനരോഷം തണുപ്പിക്കാനാണ് ശ്രമം. നോട്ട് നിരോധനത്തിന്റെ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കാൻ ചോദിച്ച സമയം ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിൽ ഏറെ ആകാംക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനായി രാജ്യം കാത്തിരിക്കുന്നത്. ഡിസംബർ 30 പിന്നിട്ടിട്ടും ബാങ്ക് ഇടപാടുകൾക്കുള്ള നിയന്ത്രണം നീക്കുന്നതുൾപ്പെടെയുള്ള ഒരു പ്രഖ്യാപനവും വന്നില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുമോ അതോ ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ബാങ്കുകളിലും ATMകളിലും ആവശ്യത്തിന് പണമെത്താത്തതിനാൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. കാർഷിക കടാശ്വാസം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ ഉണ്ടായേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക ഉത്തേജക നടപടികളും പ്രഖ്യാപിച്ചേക്കും. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകും. അതേസമയം തിരിച്ചെത്തിയ അസാധു നോട്ടുകളുടെ കണക്ക്, പിടിച്ചെടുത്ത കള്ളപ്പണം തുടങ്ങിയ കണക്കുകളും പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ടി വരും. നോട്ട് നിരോധനം മൂലം രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ വിശ്വാസയോഗ്യമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അണ്ണാ-DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി VK ശശികല ഇന്ന് സ്ഥാനമേൽക്കും. റോയപേട്ടയിൽ MGRന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിന് ശേഷം 11-ന് പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിലാണ് ശശികല ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക. ഉമ്മൻചാണ്ടി ഇപ്പോൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ഈ നോട്ടുകൾ അസാധുവാക്കിയതിലൂടെ ദേശീയ നഷ്ടം 2.5 ലക്ഷം കോടി രൂപ വരുമെന്നാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നില്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം 50 ദിവസം കഴിഞ്ഞിട്ടും ഒരു പരിഹാരവും കാണാതെ നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാം ഇന്ന് ഇവിടെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അത് പുതിയതായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട 7-8 കാര്യങ്ങൾ, അതിൻ്റെ ക്രമത്തിൽ അത് എല്ലാം കൂടി യോജിപ്പിച്ച് നോക്കുമ്പോൾ അതിനകത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതിന് നിങ്ങൾക്കുള്ള മെറ്റീരിയൽസ് എല്ലാം ഇന്ന് തരിക. നിങ്ങൾ അതുകൂടെ നോക്കിയിട്ട് അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തുക. ഒന്ന്, 97-98 കാലഘട്ടത്തിൽ ആദ്യമായി നമ്മുടെ രാജ്യം 1 ലക്ഷം കോടി രൂപയുടെ നോട്ട് അടിക്കാൻ വിദേശത്തെ 3 കമ്പനികളെ ചുമതലപ്പെടുത്തി. അതിനെക്കുറിച്ച് 2012-13 കാലഘട്ടത്തിൽ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അണ്ടർടേക്സ് കമ്മിറ്റി ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി, ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങൾ ഉള്ള കമ്മിറ്റി, അത് പരിശോധിച്ച് അതിലെ അതീവ ഗുരുതരമായ തെറ്റുകൾ കണ്ടെത്തി
അതുപോലൊരു നടപടി ഇനി ആവർത്തിക്കരുത് എന്ന് ശക്തമായ ശുപാർശ നൽകി. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയുണ്ട്, അത് നിങ്ങൾക്ക് തരും. ആ റിപ്പോർട്ടിനകത്ത് പല ഇതിൻ്റെ ഗൗരവം കാണിക്കത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അവർ നടത്തിയ ചില പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ 3 കമ്പനികളിൽ ബ്രിട്ടീഷ് കമ്പനിയെ DLRU എന്ന ബ്രിട്ടീഷ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. DLRU എന്നെ തരുന്നതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനി പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പരിപാടിയിൽ പങ്കാളിയാകുന്നു. ഈ കറൻസി അസാധുവാക്കുന്ന തീരുമാനമെടുക്കുന്നത് നവംബർ 8-ാം തീയതിയാണ്. നവംബർ 7 മുതൽ 9 വരെ ഡൽഹിയിൽ ഇന്ത്യ UK ടെക് സബ്മിറ്റ് നടക്കുകയായിരുന്നു. ആ ടെക് സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ചേർന്നായിരുന്നു. ഏറ്റവും ഉന്നതമായ ആ സബ്മിറ്റ് അത് സ്പോൺസർ ചെയ്ത പ്ലാറ്റിനം സ്പോൺസേഴ്സിൽ ഒരു കമ്പനി ഈ കമ്പനിയായി. ഈ കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ കോപ്പി തരുന്നുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നു 13, 14, 15 ഈ വർഷങ്ങളിൽ ഈ കമ്പനിക്ക് ഇന്ത്യയിൽ യാതൊരു ഫങ്ഷനുമില്ല. അവരുടെ കമ്പനിയുടെ റിപ്പോർട്ടിൽ ഇന്ത്യ ഇല്ല ഈ 3 കൊല്ലം. 2016 അവരുടെ റിപ്പോർട്ടിനകത്ത് 100% ട്രേഡിംഗ് ഇന്ത്യയിൽ. ഈ 2016 ഏപ്രിലിന് ശേഷം കമ്പനിയുടെ ഓഹരി 33% വർദ്ധിച്ചിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടത് അവരുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ മുമ്പോട്ട് നീക്കി എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് നോട്ട്സ് അടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് അർജുൻ റാം മെഹ്വാൽ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ്, പാർലമെന്റിൽ പറയുന്നു. പ്ലാസ്റ്റിക് നോട്ട്സ് അടിക്കുന്നതിന് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് 3 വിദേശ കമ്പനികൾ പെട്ടിരിക്കുന്നുവെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. അതിലെ 1-ാമത്തെ കമ്പനി
ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഉമ്മൻചാണ്ടി കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ആകർഷനായി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, രാജവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ദിവാൻ ഭരണം, സർസിംഗി അദ്ദേഹത്തിൻ്റെ ആധിപത്യം ഉറപ്പിച്ച് മനുഷ്യാവകാശങ്ങളെ ഹനിച്ച് തിരുവിതാംകൂറിനെ അടക്കി വാണിരുന്ന കാലത്ത് ദേശാഭിമാന പ്രചോദിതനായി അന്ന് ഉയർന്നു വന്ന ബഹുജന സമരങ്ങളുടെ മുന്നണി പോരാളിയായി അദ്ദേഹം മാറുകയായിരുന്നു. സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. സർ സിപിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹം തുറുങ്കിലടയ്ക്കപ്പെട്ടു. സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഓൺലൈൻ ടാക്സി സംവിധാനം. തിരക്കുള്ള സമയങ്ങളിൽ ഓൺലൈൻ ടാക്സികൾ സർചാർജായി അധിക തുക ഈടാക്കുന്നതായി വ്യാപക പരാതികളാണ് ഉയരുന്നത്. കൂലി വാങ്ങുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിലുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഓൺലൈൻ ടാക്സികൾക്ക് ബാധകമല്ല. ഓൺലൈൻ ടാക്സികളെ സംസ്ഥാനത്തെ ഗതാഗത നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഓട്ടോ ടാക്സികൾ യാത്രകൾക്ക് ഈടാക്കുന്നതിൽ നിന്ന് കുറച്ചു തുക ഈടാക്കി ജനങ്ങളെ വളരെ വേഗത്തിൽ ആകർഷിച്ച സംവിധാനമായിരുന്നു ഓൺലൈൻ ടാക്സി. എന്നാൽ ഓൺലൈൻ ടാക്സികൾക്ക് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന കൂലിക്ക് പരിധിയില്ല. കിലോമീറ്ററിന് 7 രൂപയിൽ തുടങ്ങി എത്ര രൂപ വേണമെങ്കിലും അവർക്ക് ഈടാക്കാം. ഇവരുടെ കൂലി നിയന്ത്രിക്കുന്നത് വിദേശ കമ്പനികളും. ഓൺലൈൻ ടാക്സികൾ സർചാർജ് കൂടി ഈടാക്കുക വഴി ഉപഭോക്താക്കളെ പിഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതിന് സർജ് പ്രൈസ് എന്ന പേര്, ഡൈനാമിക് പ്രൈസിംഗ് ഉൾപ്പെടെയുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇവ നടത്തുന്ന സർവീസ് ജനങ്ങളുടെ വലിയ പരാതിക്ക് കാരണമായതാണ്. ഇത്തരം പരാതികൾ വ്യാപകമായതോടെ ഓൺലൈൻ റേഡിയോ ടാക്സികളെ സംസ്ഥാന മോട്ടോർ വാഹന ചട്ടങ്ങളുടെ പരിധിയിൽ അതത് സംസ്ഥാനങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഓൺലൈൻ ടാക്സികളെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാവുന്ന തുകയ്ക്ക് നിയന്ത്രണവും കൊണ്ടുവന്നു. ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിലവിലുള്ള ഗതാഗത നിയമങ്ങളിലും ചട്ടങ്ങളിലും യാതൊന്നും പ്രതിപാദിച്ചിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സികൾക്കോ റേഡിയോ ടാക്സികൾക്കോ കേരളത്തിൽ എവിടെയും പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയാണിത്. പൂർണ്ണമായി നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനത്തെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ അടിയന്തരമായ സർക്കാർ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിലും എരുമേലിയിലും പുതിയ പോലീസ് ബാച്ച് ചുമതലയേറ്റു. 2980 പോലീസുകാരാണ് സുരക്ഷയ്ക്കുള്ളത്. സന്നിധാനത്ത് 12 ഡിവൈഎസ്പിമാരും 30 CIമാരും 100 SI ASIമാരും 1325 പോലീസുകാരെയുമാണ് സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും സന്നിധാനത്തും മാളികപ്പുറത്തും സുരക്ഷ വർദ്ധിപ്പിച്ചതും. തീർത്ഥാടകരുടെ സേവകരെന്ന നിലയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നും വാക്കുകളിൽ പോലും മര്യാദ കാട്ടണമെന്നുമാണ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. ജോലിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും അയ്യപ്പന്മാരെന്നും മാളികപ്പുറങ്ങളെന്നും മണികണ്ഠന്മാരെന്നും മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. പമ്പയിൽ 8 ഡിവൈഎസ്പിമാരും 18 CIമാരും 80 SI ASIമാരും 960 പോലീസുകാരും 13 വനിതാ പോലീസുകാരുമാണുള്ളത്. എരുമേലിയിൽ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 6 CIമാരും 63 SI ASIമാരും 358 പോലീസുകാരും 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ജോലിക്കുണ്ട്. കർണാടക പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് എത്തും. പമ്പയിലും സന്നിധാനത്തുമായി 80 പേരാണ് ജോലി നോക്കുന്നത്. 12 ASIമാരും 68 പോലീസുകാരുമാണ് പുതിയ ബാച്ചിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 64 പേർ സന്നിധാനത്തുണ്ട്. അഗ്നിശമന രക്ഷാസേനയുടെ 4ാമത് ബാച്ചും ചുമതലയേറ്റിട്ടുണ്ട്. സന്നിധാനത്ത് കേരള, തമിഴ്നാട്, കർണാടക പോലീസും ദ്രുതകർമ്മസേനയും കേരള പോലീസ് കമാൻഡോകളും ദേശീയ ദുരന്ത നിവാരണ സേനയും റിസർവ് പോലീസും തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ രംഗത്തുണ്ട്. വിജേഷ് നടുവിൽ, സന്നിധാനം.